പ്രകൃതി ദുരന്തം മനുഷ്യ സൃഷ്ടിയാണ്. പ്രകൃതി ദുരന്തങ്ങൾ പലപ്പോഴും പ്രകൃതിയുമായി ബന്ധിപ്പിച്ചാണ് നാം ചിന്തിക്കാറുള്ളത്. ഉരുൾപൊട്ടലുകളും പ്രളയവും വെള്ളപ്പൊക്കവുമെല്ലാം ഈ അടുത്ത കാലത്തായി വളരെയേറെ പ്രസക്തി ആർജിക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഇവ സംഭവിക്കുന്നതെന്ന് ചിന്തിക്കുവാൻ കൂടി ഇന്നത്തെ സമൂഹം തയ്യാറാവുന്നില്ല. പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കേണ്ടവരാണ് മനുഷ്യർ. ഭൂമി നമ്മുടെ അമ്മയാണ്, ദേവിയാണ് എന്ന സങ്കല്പം മുൻപിൽ കൊണ്ടു നടക്കുന്ന ഒരു സംസ്കാരമാണ് നമുക്കുള്ളത്. ഇത്തരമൊരു സംസ്കാരത്തിൽ വളർന്നു വന്ന, ഇത്തരമൊരു സംസ്കാരം മുറുകെ പിടിക്കുന്ന നമ്മുടെ ഈ സമൂഹത്തിന് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? എന്തുകൊണ്ടാണ് പ്രകൃതി വിഭവങ്ങൾ യഥോചിതം ഉപയോഗിക്കാതെ അവയെ ചൂഷണം ചെയ്ത് അവ വേണ്ട എന്ന് വെച്ച് നാം ഇങ്ങനെ ജീവിക്കുന്നത്? ഈ അടുത്ത കാലത്ത് വയനാട് ഉരുൾപൊട്ടൽ നാം കണ്ടതാണ്. കേരള മനസാക്ഷിയെ ഞെട്ടിച്ച ഒരു സംഭവമായിരുന്നു അത്. 2018 ജലപ്രളയവും നാം കണ്ടു. ഇവയെല്ലാം മനുഷ്യ സൃഷ്ടിയാണോ അതോ പ്രകൃതിയുടെ ചില പ്രതിഭാസങ്ങളായി ഇവയെ വിലയിരുത്താമോ എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അതെ, പ്രകൃതിയുടെ പ്രതിഭാസങ്ങൾ തന്നെയാണ് ഇവയെല്ലാം. പലപ്പോഴും ഇതൊക്കെ പ്രകൃതി നിയമമാണെന്നും നാം കാണാറുണ്ട്. എന്നാൽ മനുഷ്യരിതിൽ യാതൊരു പങ്കുമില്ലേ? ഇതാണ് ചിന്തനീയമായ വിഷയം. അധികൃതരുടെ കെടുകാര്യസ്ഥതകൾ, പലപ്പോഴും അഴിമതിയുടെ പിടിയിലകപ്പെട്ട് നമ്മുടെ അധികാരികൾ മനസാക്ഷിക്ക് നിരക്കാത്ത പല പ്രവൃത്തികളുമാണ് ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രളയകാലത്ത് എല്ലാവരും ഒരുമിച്ച് നിന്നു. കേരളം ഒറ്റക്കെട്ടായി എന്നീ മുദ്രാവാക്യങ്ങൾ നാം ഉയർത്തി. എന്നാൽ പിന്നീട് ഇനിയൊരു ദുരന്തം വരാതെ എങ്ങനെ നമുക്ക് ഈ ജനതയെ സംരക്ഷിക്കാമെന്ന് ആരും ചിന്തിച്ചില്ല. പ്രകൃതി ദുരന്തം മനുഷ്യ സൃഷ്ടിയാണോ എന്ന് ചോദിക്കുമ്പോൾ എങ്ങനെയാണ് അല്ല എന്ന ഉത്തരം നൽകാൻ ഇന്ന് ഈ സമൂഹത്തിന് സാധിക്കുന്നത്? കാരണം അനധികൃതമായ ഖനനവും പാറപൊട്ടിക്കലും മൂലം ഇന്ന് നമ്മുടെ പരിസ്ഥിതി താളം തെറ്റിയിരിക്കുകയാണ്. ഈ അവസ്ഥയിൽ പ്രകൃതി ദുരന്തം കേവലം പ്രകൃതിയുടെ പ്രതിഭാസമാണ്, പരിസ്ഥിതിയുടെ ചില ലീലാവിലാസങ്ങളാണ് എന്ന് മുദ്രകുത്താൻ നമുക്ക് സാധിക്കുകയില്ല. മനുഷ്യന്റെ ചില പ്രവർത്തനങ്ങൾ തന്നെയാണ് ഇവയ്ക്കൊക്കെ കാരണമായി തീർന്നിരിക്കുന്നത്. ഇനിയും ഒരു ജലബോംബായി അവശേഷിക്കുന്നു മുല്ലപ്പെരിയാർ ഡാം. നാം ഇത് കാണുന്നുണ്ട്. മനുഷ്യ ജനത അതിനോട് മൗനം കാണിക്കുകയാണ്, പലപ്പോഴും പ്രതികരിക്കുന്നില്ല. വെറുപ്പും വിദ്വേഷവും ജാതീയതയും വർഗീയതയും ഉന്മൂലന ഭീഷണികളും ശക്തമാണ്. പച്ചമനുഷ്യരെ അടിച്ചുകൊന്നും ഗ്രാമങ്ങൾ ചുട്ടുചാമ്പലാക്കിയും കലാപങ്ങൾ ഭീതിയായ രീതിയിൽ ശക്തിയാർജിക്കുന്നു. എന്നാൽ ഒരു സതുദ്ദേശത്തിനായി ഒന്നുചേരാൻ, പ്രകൃതിയോട് കാണിക്കുന്ന ഈ ക്രൂരതകൾക്കെതിരെ ഒരു ചെറു വിരലനക്കാൻ ഇന്ന് ഈ സമൂഹത്തിന് സാധിക്കുന്നില്ല. ഇതാണ് ഇന്നത്തെ സമൂഹത്തിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മൂല്യച്യുതി എന്ന് പറയേണ്ടി വരും. പ്രകൃതി ദുരന്തങ്ങൾ ഒന്നൊന്നായി പൊട്ടിപ്പുറപ്പെടുമ്പോൾ നാം എന്തുകൊണ്ട് ഇവയ്ക്കെതിരെ പോരാടുന്നില്ല? ഒരു തൈ നടാനോ പരിസ്ഥിതിന്റെ അന്ന് ചില കാട്ടിക്കൂട്ടലുകൾ കാണിക്കുവാനോ മാത്രമാണ് ഇന്ന് സമൂഹമുള്ളത്. സമൂഹ മാധ്യമങ്ങളിൽ തങ്ങളുടെ വിലയിരുത്തലുകൾ കൂട്ടിച്ചേർക്കുമ്പോൾ പലപ്പോഴും ക്രിയാത്മകമായി, സർഗാത്മകമായി നമ്മുടെ പരിസ്ഥിതിക്കായി, നാം ഇന്ന് ജീവിക്കുന്ന നമ്മുടെ അമ്മയ്ക്കായി എന്തെങ്കിലും ചെയ്യാൻ നാം തയ്യാറാവണം. ഈ ലോകത്ത് സ്വാതന്ത്ര്യത്തിന്റെ യഥാർത്ഥ ശക്തി നുകരുവാൻ, യഥാർത്ഥ മാധുര്യം അനുഭവിക്കുവാൻ നമുക്ക് സാധിക്കണമെങ്കിൽ തീർച്ചയായും നമ്മുടെ അമ്മയായ പ്രകൃതിയെ, നമ്മുടെ അമ്മയായ ഭൂമിയെ നാം സംരക്ഷിച്ചേ തീരും. പ്രകൃതി ദുരന്തം മനുഷ്യ സൃഷ്ടിയാണ് എന്ന് പറയേണ്ട ദാരുണമായ സ്ഥിതിയിലേക്കാണ് ഇന്ന് നമ്മുടെ സമൂഹം എത്തിച്ചേർന്നിരിക്കുന്നത്. അതിനാൽ ഉണർന്ന് പ്രവർത്തിക്കാം. ഇന്ത്യൻ യുവതയ്ക്കാണ് അത് സാധിക്കുക. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ എളിയ വാക്കുകൾ ഉപസംഗ്രഹിക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.